മുൻ അധ്യക്ഷ സോണിയാഗാന്ധിയുടെ 70ാം ജന്മദിനമാണിന്ന്. വലിയ ആഘോഷമൊന്നും വേണ്ട എന്നാണ് സോണിയാഗാന്ധി പാർട്ടിക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഇറ്റലിയിലെ സാധാരണ കുടുംബത്തിൽ ജനിച്ച് ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി മാറിയ സോണിയാഗാന്ധിയുടെ ജീവിതം വഴിത്തിരിവുകളിലൂടെയാണ് കടന്നുപോയത്. ഇറ്റലിയിലെ ബുസൻസ നഗരത്തിൽ കെട്ടിട നിർമ്മാണ കരാറുകാരനായ സ്റ്റെഫാനോയുടെയും പൗള മൈനോയുടെയും 3 മക്കളിൽ മൂത്തവളായ സോണിയ മൈനോ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ശ്രദ്ധേയ സാന്നിധ്യമായത് യാദൃച്ഛികമായിട്ടാണ്. കേംബ്രിഡ്ജിൽ യൂണിവേഴ്സിറ്റിയിൽ പഠനത്തിനെത്തിയ സോണിയ നെഹ്റു കുടുംബത്തിലെ പിന്മുറക്കാരനായ രാജീവ് ഗാന്ധിയെ കണ്ടുമുട്ടിയതോടെ ജീവിതം മാറിമറിയുകയായിരുന്നു. പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി 1984 കൊല്ലപ്പെട്ടതോടെ പിൻഗാമിയായി രാജീവ് ഗാന്ധി എത്തിയതോടെ സോണിയയും ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ മുൻനിരയിലേക്ക് നയിക്കപ്പെടുകയായിരുന്നു. 7 വർഷത്തിനു ശേഷം രാജീവ് ഗാന്ധിയുടെ വധത്തോടെ കോൺഗ്രസിന്റെ നേതൃത്വം ഏറ്റെടുക്കാൻ സോണിയയുടെ മേൽ സമ്മർദ്ദമുണ്ടായിട്ടും അവർ അതിന് തയ്യാറായില്ല. എന്നാൽ കോൺഗ്രസിനെ പുനരുജ്ജീവിപ്പിക്കാനുള്ള ശ്രമത്തിൽ 1998 പാർട്ടി അധ്യക്ഷയാകാൻ തയ്യാറായി. 2004-ലും 2009-ലും നടന്ന തിരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന്റെ വിജയത്തിലും സോണിയാഗാന്ധി നിർണായക പങ്ക് വഹിച്ചു. 2007-ലും 2010-ലും 2013-ലും ഫോബ്സ് മാസികയുടെ പട്ടികയിൽ സോണിയാഗാന്ധി ഇടം നേടി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുൻ അധ്യക്ഷ, നെഹ്റു കുടുംബത്തിലെ തലമുതിർന്ന അംഗം, മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ ഭാര്യ, കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനം ഏറ്റവും അധികം കാലം വഹിച്ച വ്യക്തി തുടങ്ങി നിരവധി വിശേഷണങ്ങളാണ് സോണിയാഗാന്ധിക്കുള്ളത്. രാജ്യസഭ അംഗമെന്ന നിലയിൽ ഇന്നും സജീവമാണ് സോണിയാഗാന്ധി. സോണിയാഗാന്ധിക്ക് മാഗ്ന വിഷൻ ടിവിയുടെ ജന്മദിനാശംസകൾ. ന്യൂസ് ഡെസ്ക് മാഗ്ന വിഷൻ.